അധ്യായം 7 അൽ അഅറാഫ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 206. ഉയരങ്ങൾ എന്നാണ് തലക്കെട്ടിന്റെ ഭാഷാർത്ഥം. സ്വർഗാവകാശികളും നരകാവകാശികളുമല്ലാത്ത വിഭാഗം താമസിക്കുന്ന ഇടമാണ് ഉദ്ദേശ്യം. ഇതിലെ 46 മുതൽ 48 വരെ സൂക്തങ്ങളിലാണ് അവരെ സംബന്ധിച്ച പരാമർശമുള്ളത്. തൊട്ടു മുമ്പുള്ള അൽ അൻആമിന്റെ കാലത്തുതന്നെ ഇതും അവതരിച്ചു. പ്രവാചകത്വ വിശ്വാസത്തിലേക്കുള്ള ക്ഷണമാണ് മുഖ്യ ഉള്ളടക്കം. മക്ക നിവാസികളാണ് പ്രധാന സംബോധിതരെങ്കിലും ജൂത ക്രൈസ്തവരോടുള്ള സന്ദേശവും ഇതിലുണ്ട്. അവസാന ഭാഗത്ത് പ്രവാചകനും അനുയായികൾക്കും പ്രബോധന സംബന്ധമായ ചില നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം സ്വാദ്. നിനക്കിറക്കിയ ഗ്രന്ഥമാണിത്. ഇതേക്കുറിച്ച് നിന്റെ മനസ്സ് ഒട്ടും അശാന്തമാവേണ്ടതില്ല. മുന്നറിയിപ്പ് നൽകാനുള്ളതാണിത്, വിശ്വാസികൾക്ക് ഉദ്ബോധനമേകാനും. നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്കിറക്കിയതിനെ പിൻപറ്റുക. അവനെക്കൂടാതെ മറ്റു രക്ഷകരെ പിന്തുടരരുത്. നിങ്ങൾ വളരെ കുറച്ചേ ആലോചിച്ചറിയുന്നുള്ളൂ. എത്രയെത്ര നാടുകളെയാണ് നാം നശിപ്പിച്ചത്. അങ്ങനെ നമ്മുടെ ശിക്ഷ രാത്രിയിൽ അവരിൽ വന്നെത്തി, അല്ലെങ്കിൽ അവർ ഉച്ചയുറക്കിലായിരിക്കെ. നമ്മുടെ ശിക്ഷ വന്നെത്തിയപ്പോൾ അവരുടെ വിലാപം ഇതുമാത്രമായിരുന്നു: ഞങ്ങൾ അക്രമികളായി പോയല്ലോ. പ്രവാചകന്മാർ ആഗതരായ ജനതയെ തീർച്ചയായും നാം ചോദ്യം ചെയ്യും. ദൈവദൂതന്മാരെയും നാം ചോദ്യം ചെയ്യും, ഉറപ്പ്. പിന്നെ നാം തന്നെ കൃത്യമായ അറിവോടെ കഴിഞ്ഞതൊക്കെയും അവർക്ക് വിവരിച്ചു കൊടുക്കും. നമ്മുടെ സാന്നിധ്യം എവിടെയും ഉണ്ടാവാതിരുന്നിട്ടില്ല. അന്നാളിലെ തൂക്കം സത്യമായിരിക്കും. അപ്പോൾ ആരുടെ തുലാസുകൾ കനം തൂങ്ങുന്നുവോ അവർ തന്നെയായിരിക്കും വിജയികൾ. ആരുടെ തുലാസിൻ തട്ട് കനം കുറഞ്ഞതാവുന്നുവോ അവർ തന്നെയാണ് സ്വയം നഷ്ടത്തിലകപ്പെട്ടവർ. അവർ നമ്മുടെ പ്രമാണങ്ങളെ ധിക്കരിച്ചുകൊണ്ടിരുന്നതിനാലാണത്. നിങ്ങൾക്കു നാം ഭൂമിയിൽ സൗകര്യമൊരുക്കിത്തന്നു, ജീവിത വിഭവങ്ങൾ തയ്യാറാക്കി തരികയും ചെയ്തു. എന്നിട്ടും നന്നേ കുറച്ചേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചു, പിന്നെ നിങ്ങൾക്ക് രൂപമേകി. തുടർന്ന് നാം മലക്കുകളോട് പറഞ്ഞു, ആദമിന് സുജൂദ് ചെയ്യുക. അവർ സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അവൻ സുജൂദ് ചെയ്തവരിൽ പെട്ടില്ല. അല്ലാഹു ചോദിച്ചു, ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞതെന്ത്? അവൻ പറഞ്ഞു, ഞാനാണ് അവനേക്കാൾ മെച്ചം. നീ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, അവനെ മണ്ണിൽ നിന്നും. അല്ലാഹു കൽപ്പിച്ചു, എങ്കിൽ നീ ഇവിടെ നിന്നിറങ്ങിപ്പോകൂ. നിനക്കിവിടെ അഹങ്കരിക്കാൻ അർഹതയില്ല. പുറത്തുപോ. സംശയമില്ല, നീ നിന്ദ്യരിൽപ്പെട്ടവൻ തന്നെ. ഇബ്ലീസ് പറഞ്ഞു, എല്ലാവരും ഉയിർത്തെഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്ക് കാലാവധി നൽകിയാലും. അല്ലാഹു പറഞ്ഞു, ശരി, സംശയം വേണ്ട, നിനക്ക് അവധി അനുവദിച്ചിരിക്കുന്നു. ഇബ്ലീസ് പറഞ്ഞു, നീ എന്നെ വഴി പിഴപ്പിച്ചതിനാൽ നിന്റെ നേർവഴിയിൽ ഞാൻ അവർക്കായി തക്കം പാർത്തിരിക്കും. പിന്നെ അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലത്തുനിന്നും ഇടത്തുനിന്നും ഞാൻ അവരുടെ അടുത്തു ചെല്ലും. ഉറപ്പായും അവരിലേറെ പേരെയും നന്ദിയുള്ളവരായി നിനക്ക് കാണാനാവില്ല. അല്ലാഹു കൽപ്പിച്ചു, നിന്ദ്യനും ആട്ടിയിറക്കപ്പെട്ടവനുമായി നീ ഇവിടെ നിന്ന് പുറത്തു പോവുക. മനുഷ്യരിൽ നിന്ന് ആരെങ്കിലും നിന്നെ പിന്തുടർന്നാൽ നിങ്ങളെയൊക്കെ ഞാൻ നരകത്തീയിലിട്ട് നിറയ്ക്കും. ആദം, നീയും നിന്റെ ഇണയും ഈ സ്വർഗത്തിൽ താമസിക്കുക. നിങ്ങൾക്കിരുവർക്കും ഇഷ്ടമുള്ളിടത്തുനിന്ന് തിന്നാം. എന്നാൽ ഈ മരത്തോട് അടുക്കരുത്, നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും. പിന്നെ പിശാച് ഇരുവരോടും ദുർമന്ത്രണം നടത്തി. അവരിൽ ഒളിഞ്ഞിരിക്കുന്ന നഗ്നസ്ഥാനങ്ങൾ അവർക്ക് വെളിപ്പെടുത്താൻ.
അവൻ പറഞ്ഞു, നിങ്ങളുടെ നാഥൻ ഈ മരം നിങ്ങൾക്ക് വിലക്കിയത് നിങ്ങൾ മലക്കുകളായി മാറുകയോ ഇവിടെ നിത്യവാസികളായി തീരുകയോ ചെയ്യുമെന്നതിനാൽ മാത്രമാണ്. ഒപ്പം അവൻ അവരോട് ആണയിട്ടു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷി മാത്രമാണ്. അങ്ങനെ അവരിരുവരെയും അവൻ വഞ്ചനയിലൂടെ വശപ്പെടുത്തി. ഇരുവരും ആ മരം രുചിച്ചു. അതോടെ തങ്ങളുടെ നഗ്നത ഇരുവർക്കും വെളിപ്പെട്ടു. ആ തോട്ടത്തിലെ ഇലകൾ ചേർത്തുവെച്ച് അവർ തങ്ങളുടെ ശരീരം മറയ്ക്കാൻ തുടങ്ങി. അവരുടെ നാഥൻ ഇരുവരെയും വിളിച്ചു ചോദിച്ചു, ആ മരം നിങ്ങൾക്കു ഞാൻ വിലക്കിയിരുന്നില്ലേ? പിശാച് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? ഇരുവരും പറഞ്ഞു, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ ഞങ്ങളോടു തന്നെ അക്രമം കാണിച്ചിരിക്കുന്നു. നീ മാപ്പേകുകയും ദയ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ ഉറപ്പായും ഞങ്ങൾ നഷ്ടം പറ്റിയവരായിത്തീരും. അല്ലാഹു കൽപ്പിച്ചു, ഇറങ്ങിപ്പോകൂ, നിങ്ങൾ അന്യോന്യം ശത്രുക്കളായിരിക്കും. ഭൂമിയിൽ നിങ്ങൾക്ക് താമസ സൗകര്യമുണ്ട്, നിശ്ചിത കാലം വരെ ജീവിത വിഭവങ്ങളും. അവൻ പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ ജീവിക്കും, അവിടെ തന്നെ മരിക്കും, അവിടെ നിന്നു തന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ആദം സന്തതികളെ, നിങ്ങൾക്കു നാം നിങ്ങളുടെ ഗുഹ്യസ്ഥാനം മറയ്ക്കാനും ശരീരം അലങ്കരിക്കാനും പറ്റിയ വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തന്നിരിക്കുന്നു. എന്നാൽ ഭക്തിയുടെ വസ്ത്രമാണ് ഏറ്റവും ഉത്തമം. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലൊന്നാണിത്, അവർ മനസ്സിലാക്കി പാഠം ഉൾക്കൊള്ളാൻ. ആദം സന്തതികളെ, പിശാച് നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയ പോലെ അവൻ നിങ്ങളെ നാശത്തിൽപ്പെടുത്താതിരിക്കട്ടെ. അവരിരുവർക്കും തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങൾ കാണിച്ചു കൊടുക്കാനായി അവൻ അവരുടെ വസ്ത്രം അഴിച്ചുമാറ്റുകയായിരുന്നു. അവനും അവന്റെ കൂട്ടുകാരും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കും, എന്നാൽ നിങ്ങൾക്ക് അവരെ കാണാനാവില്ല. പിശാചുക്കളെ നാം അവിശ്വാസികളുടെ രക്ഷാധികാരികളാക്കിയിരിക്കുന്നു. വല്ല മ്ലേച്ഛവൃത്തിയും ചെയ്താൽ അവർ പറയുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലാഹു ഞങ്ങളോട് കൽപ്പിച്ചതും അതാണ്. പറയുക, മ്ലേച്ഛവൃത്തികൾ ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കുകയില്ല. നിങ്ങൾ അറിവില്ലാത്ത കാര്യങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കുകയാണോ? പറയുക, എന്റെ നാഥൻ നീതിയാണ് നിർദ്ദേശിച്ചത്. എല്ലാ ആരാധനകളിലും നിങ്ങളുടെ മുഖം അവന് നേരെ നിർത്തണമെന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. വിധേയത്വം അവനോട് മാത്രമാക്കി അവനോട് പ്രാർത്ഥിക്കണമെന്നും ആദ്യത്തിൽ നിങ്ങളെ എങ്ങനെ സൃഷ്ടിച്ചുവോ അവിധം തന്നെ നിങ്ങൾ തിരിച്ചു ചെല്ലും. ഒരു വിഭാഗത്തെ അവൻ നേർവഴിയിലാക്കി, മറ്റൊരു വിഭാഗം അല്ലാഹുവെ വിട്ട് പിശാചുക്കളെ രക്ഷാധികാരികളാക്കിയതിനാൽ ദുർമാർഗത്തിനാണ് അർഹരായത്. എന്നിട്ടും അവർ വിചാരിക്കുന്നു തങ്ങൾ നേർവഴിയിലാണെന്ന്. ആദം സന്തതികളെ, എല്ലാ ആരാധനകളിലും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ അണിയുക, തിന്നുകയും കുടിക്കുകയും ചെയ്യുക. എന്നാൽ അമിതമാവരുത്. അമിതവ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ചോദിക്കുക, അല്ലാഹു തന്റെ ദാസന്മാർക്കായുണ്ടാക്കിയ അലങ്കാരങ്ങളും ഉത്തമമായ ആഹാരപദാർത്ഥങ്ങളും നിഷിദ്ധമാക്കിയതാരാണ്? പറയുക, അവ ഐഹിക ജീവിതത്തിൽ സത്യവിശ്വാസികൾക്കുള്ളതാണ്. ഉയിർത്തെഴുന്നേൽപ്പ് നാളിലോ അവർക്കു മാത്രവും. കാര്യം ഗ്രഹിക്കുന്നവർക്കായി നാം ഇவ்விധം തെളിവുകൾ വിശദീകരിക്കുന്നു. പറയുക, രഹസ്യവും പരസ്യവുമായ നീചവൃത്തികൾ, കുറ്റകൃത്യം, അന്യായമായ അതിക്രമം, അല്ലാഹു ഒരു തെളിവും ഇറക്കിത്തരാത്ത വസ്തുക്കളെ അവനിൽ പങ്കുചേർക്കൽ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കൽ, ഇതൊക്കെയാണ് എന്റെ നാഥൻ നിഷിദ്ധമാക്കിയത്. ഓരോ സമുദായത്തിനും നിശ്ചിതമായ കാലാവധിയുണ്ട്. അങ്ങനെ അവരുടെ അവധി വന്നെത്തിയാൽ പിന്നെ അവർക്കൊരു നിമിഷം പോലും മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങാനാവില്ല. ആദം സന്തതികളെ, നിങ്ങളുടെ അടുത്ത് എന്റെ പ്രമാണങ്ങൾ വിവരിച്ചു തരാനായി നിങ്ങളിൽ നിന്നു തന്നെയുള്ള ദൂതന്മാർ വരും. അപ്പോൾ ഭക്തി പുലർത്തുകയും
തങ്ങളുടെ നടപടികൾ നന്നാക്കി തീർക്കുകയും ചെയ്യുന്നവർ പേടിക്കേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. എന്നാൽ നമ്മുടെ വചനങ്ങളെ കള്ളമാക്കി തള്ളുകയും അവയുടെ നേരെ അഹന്ത നടിക്കുകയും ചെയ്യുന്നവരാണ് നരകാവകാശികൾ. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയോ അവന്റെ വചനങ്ങളെ കള്ളമാക്കി തള്ളുകയോ ചെയ്തവനേക്കാൾ കൊടിയ അക്രമി ആരുണ്ട്? അവർ ദൈവത്തിന്റെ വിധി തീർപ്പനുസരിച്ചുള്ള തങ്ങളുടെ വിഹിതം ഏറ്റുവാങ്ങേണ്ടി വരിക തന്നെ ചെയ്യും. അങ്ങനെ അവരെ മരിപ്പിക്കാനായി നമ്മുടെ ദൂതന്മാർ അവരുടെ അടുത്തു ചെല്ലുമ്പോൾ ചോദിക്കും, അല്ലാഹുവെ വിട്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോഴെവിടെ? അവർ പറയും, അവരൊക്കെയും ഞങ്ങളെ കൈവിട്ടിരിക്കുന്നു. അങ്ങനെ തങ്ങൾ സത്യനിഷേധികളായിരുന്നുവെന്ന് അവർ തന്നെ തങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കും. അല്ലാഹു പറയും, നിങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുപോയ ജിന്നുകളിലും മനുഷ്യരിലും പെട്ട സമൂഹങ്ങളോടൊപ്പം നിങ്ങളും നരകത്തീയിൽ പ്രവേശിക്കുക. ഓരോ സംഘവും അതിൽ പ്രവേശിക്കുമ്പോൾ തങ്ങളുടെ മുൻഗാമികളായ സംഘത്തെ ശപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവരൊക്കെയും അവിടെ ഒരുമിച്ചു കൂടിയാൽ അവരിലെ പിൻഗാമികൾ തങ്ങളുടെ മുൻഗാമികളെക്കുറിച്ച് പറയും, ഞങ്ങളുടെ നാഥ, ഇവരാണ് ഞങ്ങളെ വഴിപിഴപ്പിച്ചത്. അതിനാൽ ഇവർക്ക് നീ ഇരട്ടി നരകശിക്ഷ നൽകണമേ. അല്ലാഹു അരുളും, എല്ലാവർക്കും ഇരട്ടി ശിക്ഷയുണ്ട്, പക്ഷേ നിങ്ങൾ അറിയുന്നില്ലെന്ന് മാത്രം. അവരിലെ മുൻഗാമികൾ തങ്ങളുടെ പിൻഗാമികളോട് പറയും, അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. അതിനാൽ നിങ്ങൾ ശേഖരിച്ചു വച്ചിരുന്നതിന്റെ ഫലമായുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക. നമ്മുടെ വചനങ്ങളെ കള്ളമാക്കി തള്ളുകയും അവയുടെ നേരെ അഹന്ത നടിക്കുകയും ചെയ്തവർക്കു വേണ്ടി ഒരിക്കലും ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നുകൊടുക്കുകയില്ല. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നുപോകുവോളം അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുമില്ല. അவ்விധമാണ് നാം കുറ്റവാളികൾക്ക് പ്രതിഫലം നൽകുക. അവർക്ക് നരകത്തീയാലുള്ള മെത്തകളാണുണ്ടാവുക. അവർക്കു മീതെ തീ കൊണ്ടുള്ള പുതപ്പുകളുമുണ്ടാകും. അவ்விധമാണ് നാം അക്രമികൾക്ക് പ്രതിഫലം നൽകുക. എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോ ആരെയും അവരുടെ കഴിവിനതീതമായ ബാധ്യത നാം ഏൽപ്പിക്കുന്നില്ല. അവരാണ് സ്വർഗാവകാശികൾ. അതിലവർ നിത്യവാസികളായിരിക്കും. അവരുടെ മനസ്സുകളിലെ പകയെ നാം തുടച്ചുമാറ്റും. അവരുടെ താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരിങ്ങനെ പറയും, ഞങ്ങളെ ഇവിടേക്ക് നയിച്ച അല്ലാഹുവിന് സ്തുതി. അല്ലാഹു ഞങ്ങളെ നേർവഴിയിലാക്കിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും സന്മാർഗം പ്രാപിക്കുമായിരുന്നില്ല. ഞങ്ങളുടെ നാഥന്റെ ദൂതന്മാർ സത്യസന്ദേശവുമായി എത്തിയവരായിരുന്നു. അപ്പോൾ അവരോടിങ്ങനെ വിളിച്ചു പറയും, ഇതാ നിങ്ങൾക്കുള്ള സ്വർഗം. നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായി നിങ്ങൾ ഇതിന്റെ അവകാശികളായി തീർന്നിരിക്കുന്നു. സ്വർഗാവകാശികൾ നരകാവകാശികളോട് വിളിച്ചു ചോദിക്കും, ഞങ്ങളുടെ നാഥൻ ഞങ്ങളോട് ചെയ്ത വാഗ്ദാനങ്ങളൊക്കെയും സത്യമായി പുലർന്നത് ഞങ്ങൾ കണ്ടറിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ നാഥൻ നിങ്ങളോട് ചെയ്ത വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമായി പുലർന്നത് നിങ്ങൾ നേരിൽ കണ്ടു മനസ്സിലാക്കിയോ? അവർ പറയും, അതെ. അപ്പോൾ ഒരു വിളിയാളൻ അവർക്കിടയിൽ വിളിച്ചറിയിക്കും, അല്ലാഹുവിന്റെ ശാപം അക്രമികൾക്കാണ്, സംശയമില്ല. അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുകയും അതിനെ വക്രമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് പരലോകത്തെ നിഷേധിക്കുന്നവരും. ഈ രണ്ടു വിഭാഗത്തിനുമിടയിൽ ഒരു മതിലുണ്ടായിരിക്കും. അതിന്റെ മുകളിൽ ചില മനുഷ്യരുണ്ടാവും. അവരോരോരുത്തരെയും തങ്ങളുടെ അടയാളങ്ങളിലൂടെ തിരിച്ചറിയും. സ്വർഗസ്ഥരോട് അവർ വിളിച്ചു പറയും, നിങ്ങൾക്ക് സമാധാനം. ഇക്കൂട്ടർ ഇനിയും സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ലാത്തവരാണ്, അതോടൊപ്പം അതാഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരും. അവരുടെ കണ്ണുകൾ നരകാവകാശികളുടെ നേരെ തിരിഞ്ഞാൽ അവർ പറയും, ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ അക്രമികളുടെ കൂട്ടത്തിൽ പെടുത്തരുതേ. മതിൽപ്പുറത്തുള്ളവർ അടയാളങ്ങളിലൂടെ തങ്ങൾക്ക് തിരിച്ചറിയാവുന്ന ചില നരകക്കാരെ വിളിച്ചു പറയും,
നിങ്ങളുടെ ആൾബലവും നിങ്ങൾ അഹങ്കരിച്ചു നടന്നതും നിങ്ങൾക്കെന്ത് നേട്ടമാണുണ്ടാക്കിയത്? ഇക്കൂട്ടരെപ്പറ്റിയല്ലേ അല്ലാഹു അവർക്കൊരനുഗ്രഹവും നൽകുകയില്ലെന്ന് നിങ്ങൾ ആണയിട്ട് പറഞ്ഞിരുന്നത്? എന്നിട്ട് അവരോടാണല്ലോ നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടന്നുകൊള്ളുക, നിങ്ങളൊന്നും പേടിക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്നു പറഞ്ഞത്. നരകത്തിലെത്തിയവർ സ്വർഗ്ഗത്തിലെത്തിയവരോട് വിളിച്ചു കേഴും, ഞങ്ങൾക്ക് ഇത്തിരി വെള്ളമൊഴിച്ചു തരേണമേ, അല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് തന്ന അന്നത്തിൽ നിന്ന് അല്പം തരേണമേ. അവർ പറയും, സത്യനിഷേധികൾക്ക് അല്ലാഹു ഇവ രണ്ടും പൂർണ്ണമായും വിലക്കിയിരിക്കുന്നു. അവർ തങ്ങളുടെ ജീവിതക്രമത്തെ കളിതമാശയാക്കിയവരാണ്, ഐഹിക ജീവിതം കണ്ട് വഞ്ചിതരായവരും. അതിനാൽ ഇന്ന് നാം അവരെ മറന്നിരിക്കുന്നു. അവർ ഈ ദിനത്തെ കണ്ടുമുട്ടുമെന്ന കാര്യം മറന്നിരുന്ന പോലെ തന്നെ, നമ്മുടെ വചനങ്ങളെ അവർ തള്ളിക്കളഞ്ഞിരുന്ന പോലെയും. യഥാർത്ഥ അറിവിന്റെ അടിസ്ഥാനത്തിൽ വസ്തുതകൾ വിശദീകരിച്ച ഗ്രന്ഥം നാം അവർക്കെത്തിച്ചു കൊടുത്തു. വിശ്വസിക്കുന്ന ജനത്തിന് മാർഗദർശനവും അനുഗ്രഹവുമാണത്. ഈ വേദപുസ്തകത്തിലുള്ളത് പുലരുന്നതല്ലാതെ മറ്റെന്താണ് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അത് പുലരും നാളിൽ നേരത്തെ അതിനെ മറന്നിരുന്നവർ പറയും, നമ്മുടെ നാഥന്റെ ദൂതന്മാർ സത്യസന്ദേശവുമായി വന്നവരായിരുന്നു. ഇനി ശുപാർശകരായി വല്ലവരെയും നമുക്ക് കിട്ടുമോ? അതല്ലെങ്കിൽ ഞങ്ങളെയൊന്ന് തിരിച്ചയക്കുമോ? എങ്കിൽ ഞങ്ങൾ നേരത്തെ പ്രവർത്തിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അവർ സ്വയം നഷ്ടം വരുത്തിവച്ചവരാണ്. അവർ കെട്ടിച്ചമച്ചിരുന്നതൊക്കെയും അവരെ വിട്ടകന്നിരിക്കുന്നു. നിങ്ങളുടെ നാഥൻ അല്ലാഹുവാണ്. 6 നാളുകളിലായി ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണവൻ. പിന്നെ അവൻ തന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. രാവിനെക്കൊണ്ട് അവൻ പകലിനെ പൊതിയുന്നു, പകലാണെങ്കിൽ രാവിനെ തേടി കുതിക്കുന്നു. സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെയെല്ലാം തന്റെ കൽപ്പനയ്ക്ക് വിധേയമാം വിധം അവൻ സൃഷ്ടിച്ചു. അറിയുക, സൃഷ്ടിക്കാനും കൽപ്പിക്കാനും അവനു മാത്രമാണ് അധികാരം. സർവലോക സംരക്ഷകനായ അല്ലാഹു ഏറെ മഹത്വമുള്ളവനാണ്. നിങ്ങൾ വിനയത്തോടെയും രഹസ്യമായും നിങ്ങളുടെ നാഥനോട് പ്രാർത്ഥിക്കുക. പരിധി ലംഘിക്കുന്നവരെ അവനിഷ്ടമില്ല, തീർച്ച. ഭൂമിയിൽ നന്മ വരുത്തിയ ശേഷം നിങ്ങൾ അതിൽ നാശമുണ്ടാക്കരുത്. നിങ്ങൾ പേടിയോടെയും പ്രതീക്ഷയോടെയും പടച്ചവനോട് മാത്രം പ്രാർത്ഥിക്കുക. അല്ലാഹുവിന്റെ അനുഗ്രഹം നന്മ ചെയ്യുന്നവരോട് ചേർന്നാണ്. തന്റെ അനുഗ്രഹത്തിന്റെ മുന്നോടിയായി സുവാർത്ത അറിയിക്കുന്ന കാറ്റുകളയക്കുന്നതും അവൻ തന്നെ. അങ്ങനെ കാറ്റ് കനത്ത കാർമേഘത്തെ വഹിച്ചു കഴിഞ്ഞാൽ നാം ആ കാറ്റിനെ ഉണർവില്ലാതെ കിടക്കുന്ന ഏതെങ്കിലും നാട്ടിലേക്ക് നയിക്കുന്നു. അങ്ങനെ അതുവഴി നാം അവിടെ മഴ പെയ്യിക്കുന്നു. അതിലൂടെ എല്ലായിനം പഴങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു. അவ்விധം നാം മരിച്ചവരെ ഉയിർത്തെഴുന്നേൽപ്പിക്കും. നിങ്ങൾ കാര്യബോധമുള്ളവരായേക്കാം. നല്ല പ്രദേശത്തെ സസ്യങ്ങൾ അതിന്റെ നാഥന്റെ അനുമതിയോടെ കിളിർത്തുവരുന്നു. എന്നാൽ ചീത്ത മണ്ണിൽ വളരെ കുറച്ചല്ലാതെ സസ്യങ്ങൾ മുളച്ചുവരില്ല. ഇவ்விധം നന്ദിയുള്ള ജനത്തിന് നാം പ്രമാണങ്ങൾ പലവിധം വിവരിച്ചു കൊടുക്കുന്നു. നൂഹിനെ നാം അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അയച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടുക. അവനല്ലാതെ നിങ്ങൾക്കു ദൈവമില്ല. ഒരു ഭീകരനാളിലെ കൊടിയ ശിക്ഷ നിങ്ങളെ ബാധിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജനതയിലെ പ്രമാണിമാർ പറഞ്ഞു, നീ വ്യക്തമായ വഴികേടിലകപ്പെട്ടതായി ഞങ്ങൾ കാണുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനമേ, എന്നിൽ വഴികേടൊന്നുമില്ല. ഞാൻ പ്രപഞ്ചനാഥന്റെ ദൂതനാകുന്നു. ഞാൻ എന്റെ നാഥന്റെ സന്ദേശങ്ങൾ നിങ്ങൾക്കെത്തിച്ചു തരുന്നു. നിങ്ങളുടെ നന്മ മാത്രം കൊതിക്കുന്നു. നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത പലതും അല്ലാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും നിങ്ങൾ ഭക്തിയുള്ളവരാകാനും നിങ്ങൾക്ക് കാരുണ്യം കിട്ടാനുമായി നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഉദ്ബോധനം
നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരാളിലൂടെ വന്നെത്തിയതിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയോ? എന്നിട്ടും അവരദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ നാം അദ്ദേഹത്തെയും കൂടെയുള്ളവരെയും കപ്പലിൽ രക്ഷപ്പെടുത്തി. നമ്മുടെ പ്രമാണങ്ങളെ കള്ളമാക്കി തള്ളിപ്പറഞ്ഞവരെ മുക്കിക്കൊല്ലുകയും ചെയ്തു. തീർച്ചയായും അവർ ഉൾക്കാഴ്ചയില്ലാത്ത ജനമായിരുന്നു. ആദ് സമുദായത്തിലേക്ക് നാം അവരുടെ സഹോദരനായ ഹൂദിനെ അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടുക. അവനല്ലാതെ നിങ്ങൾക്ക് ദൈവമില്ല. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവുന്നില്ലേ? അദ്ദേഹത്തിന്റെ ജനതയിലെ സത്യനിഷേധികളായ പ്രമാണിമാർ പറഞ്ഞു, നീ വിഡ്ഢിത്തത്തിലകപ്പെട്ടതായി ഞങ്ങൾ കാണുന്നു. നീ ഒരു വ്യാജൻ തന്നെയാണെന്ന് ഞങ്ങൾ കരുതുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനമേ, ഒരു വിഡ്ഢിത്തവും എനിക്കില്ല. എന്നാൽ ഓർക്കുക, ഞാൻ പ്രപഞ്ചനാഥന്റെ ദൂതനാണ്. ഞാൻ എന്റെ നാഥന്റെ സന്ദേശങ്ങൾ നിങ്ങൾക്കെത്തിച്ചു തരുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന നിങ്ങളുടെ ഗുണകാംക്ഷിയാണ് ഞാൻ. നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഉദ്ബോധനം നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരാളിലൂടെ വന്നെത്തിയതിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയോ? നൂഹിന്റെ ജനതയ്ക്കു ശേഷം അവൻ നിങ്ങളെ പ്രതിനിധികളാക്കിയതോർക്കുക. നിങ്ങൾക്ക് പ്രകൃത്യാ തന്നെ കായിക ശേഷി പോഷിപ്പിച്ചു തന്നതും. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുസ്മരിക്കുക, നിങ്ങൾ വിജയം വരിച്ചേക്കാം. അവർ പറഞ്ഞു, ഞങ്ങൾ ഏകദൈവത്തെ മാത്രം ആരാധിക്കാനും ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ പൂജിച്ചിരുന്നവയെയൊക്കെ വെടിയാനും വേണ്ടിയാണോ നീ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്? എങ്കിൽ നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ശിക്ഷ ഇങ്ങ് കൊണ്ടുവരിക, നീ സത്യവാനാണെങ്കിൽ. ഹൂദ് പറഞ്ഞു, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ശാപകോപങ്ങളെല്ലാം നിങ്ങളിൽ വന്നു പതിച്ചിരിക്കുന്നു. അല്ലാഹു ഒരു തെളിവും തരാതിരിക്കെ നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും കെട്ടിച്ചമച്ച കുറെ ദൈവങ്ങളുടെ പേരും പറഞ്ഞ് എന്നോട് തർക്കിക്കുകയാണോ? എങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക. ഉറപ്പായും ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കാം. അങ്ങനെ നാം നമ്മുടെ കാരുണ്യത്താൽ ഹൂദിനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും രക്ഷപ്പെടുത്തി. നമ്മുടെ പ്രമാണങ്ങളെ കള്ളമാക്കി തള്ളിയവരെ മുരടോടെ മുറിച്ചു മാറ്റുകയും ചെയ്തു. അവർ സത്യവിശ്വാസികളായിരുന്നില്ല. സമൂദ് സമുദായത്തിലേക്ക് നാം അവരുടെ സഹോദരൻ സ്വാലിഹിനെ അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടുക. അവനല്ലാതെ നിങ്ങൾക്ക് ദൈവമില്ല. നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള വ്യക്തമായ തെളിവ് നിങ്ങൾക്ക് വന്നെത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഈ ഒട്ടകം നിങ്ങൾക്കുള്ള ദൃഷ്ടാന്തമാണ്. അതിനാൽ അതിനെ വിട്ടേക്കുക. അത് അല്ലാഹുവിന്റെ ഭൂമിയിൽ തിന്നു നടക്കട്ടെ. നിങ്ങൾ അതിന് ഒരു ദ്രോഹവും വരുത്തരുത്. അങ്ങനെ ചെയ്താൽ നോവേറിയ ശിക്ഷ നിങ്ങളെ പിടികൂടും. ആദ് സമുദായത്തിനു ശേഷം അവൻ നിങ്ങളെ തന്റെ പ്രതിനിധികളാക്കിയതും ഭൂമിയിൽ താമസ സൗകര്യമൊരുക്കിത്തന്നതും ഓർക്കുക. നിങ്ങൾ അതിലെ സമതലങ്ങളിൽ കൊട്ടാരങ്ങളുണ്ടാക്കുന്നു, മല തുരന്നു വീടുണ്ടാക്കുന്നു. അതിനാൽ നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർക്കുക. കുഴപ്പക്കാരായി ഭൂമിയിൽ നാശമുണ്ടാക്കരുത്. അദ്ദേഹത്തിന്റെ ജനതയിലെ അഹങ്കാരികളായ പ്രമാണിമാർ അവരിലെ ദുർബലരോട് അഥവാ അവരിലെ വിശ്വസിച്ചവരോട് ചോദിച്ചു, സ്വാലിഹ് തന്റെ നാഥൻ നിയോഗിച്ച ദൂതൻ തന്നെയാണെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ? അവർ അറിയിച്ചു, അദ്ദേഹം ഞങ്ങളിലേക്ക് വന്നത് ഏതൊരു സന്ദേശവുമായാണോ അതിൽ വിശ്വസിച്ചവരാണ് ഞങ്ങൾ, സംശയമില്ല. ആ അഹങ്കാരികൾ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നതെന്തോ അതിനെ നിഷേധിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെ അവർ ആ ഒട്ടകത്തെ അറുത്തു. തങ്ങളുടെ നാഥന്റെ കൽപ്പനയെ ധിക്കരിച്ചു. അവർ പറഞ്ഞു, സ്വാലിഹേ, നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ശിക്ഷ ഇങ്ങ് കൊണ്ടുവരിക, നീ ദൈവദൂതനെങ്കിൽ. പെട്ടെന്നൊരു പ്രകമ്പനം അവരെ പിടികൂടി. അങ്ങനെ പ്രഭാതത്തിൽ അവർ തങ്ങളുടെ വീടുകളിൽ മരിച്ചു വീണവരായി കാണപ്പെട്ടു. സ്വാലിഹ് അവരെ വിട്ടുപോയി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എന്റെ ജനമേ,
ഞാൻ എന്റെ നാഥന്റെ സന്ദേശം നിങ്ങൾക്കെത്തിച്ചു തന്നു. നിങ്ങൾക്ക് നന്മ വരട്ടെയെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഗുണകാംക്ഷികളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ലൂത്തിനെയും നാം നിയോഗിച്ചു. അദ്ദേഹം തന്റെ ജനത്തോട് പറഞ്ഞതോർക്കുക. നിങ്ങൾക്ക് മുമ്പ് ലോകരിലാരും ചെയ്തിട്ടില്ലാത്ത നീചവൃത്തിയിലാണോ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾ സ്ത്രീകളെ ഒഴിവാക്കി ഭോഗേച്ഛയോടെ പുരുഷന്മാരെ സമീപിക്കുന്നു. അല്ല, നിങ്ങൾ കൊടിയ അതിക്രമികൾ തന്നെ. എന്നാൽ അദ്ദേഹത്തിന്റെ ജനത്തിന്റെ മറുപടി ഇത്രമാത്രമായിരുന്നു: ഇവരെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുക. ഇവർ വല്ലാത്ത വിശുദ്ധന്മാർ തന്നെ. അപ്പോൾ ലൂത്തിനെയും കുടുംബത്തെയും നാം രക്ഷപ്പെടുത്തി, അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒഴികെ. അവൾ പിന്മാറി നിന്നവരിൽ പെട്ടവളായിരുന്നു. നാം ആ ജനതയ്ക്കുമേൽ പേമാരി പെയ്യിച്ചു. നോക്കൂ, എவ்விധമായിരുന്നു ആ പാപികളുടെ പരിണതിയെന്ന്. മദിയൻ ജനതയിലേക്ക് അവരുടെ സഹോദരൻ ശുഐബിനെ നാം നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു: എന്റെ ജനമേ, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടുക. നിങ്ങൾക്ക് അവനല്ലാതെ ദൈവമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനിൽ നിന്ന് വ്യക്തമായ തെളിവ് വന്നെത്തിയിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കുക. ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങളിൽ കുറവ് വരുത്തരുത്. ഭൂമിയെ യഥാവിധി ചിട്ടപ്പെടുത്തിവച്ചിരിക്കെ നിങ്ങൾ അതിൽ നാശമുണ്ടാക്കരുത്. നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ അതാണ് നിങ്ങൾക്കുത്തമം. ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നവരായും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വിശ്വാസികളെ തടയുന്നവരായും ആ മാർഗത്തെ വക്രമാക്കാൻ ശ്രമിക്കുന്നവരായും പാതവക്കിലൊക്കെയും നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്ന കാലത്തെക്കുറിച്ച് ഒന്നോർത്തു നോക്കൂ. പിന്നീട് അല്ലാഹു നിങ്ങളെ പെരുപ്പിച്ചു. നോക്കൂ, നാശകാരികളുടെ അന്ത്യം എவ்விധമായിരുന്നുവെന്ന്. ഏതൊരു സന്ദേശവുമായാണോ ഞാൻ നിയോഗിതനായിരിക്കുന്നത്, അതിൽ നിങ്ങളിൽ ഒരു വിഭാഗം വിശ്വസിക്കുകയും മറ്റൊരു വിഭാഗം അവിശ്വസിക്കുകയുമാണെങ്കിൽ അല്ലാഹു നമുക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും വരെ ക്ഷമിക്കുക. തീരുമാനമെടുക്കുന്നവരിൽ അത്യുത്തമൻ അവൻ തന്നെ. അദ്ദേഹത്തിന്റെ ജനതയിലെ അഹങ്കാരികളായ പ്രമാണിമാർ പറഞ്ഞു: ശുഐബേ, നിന്നെയും നിന്നോടൊപ്പമുള്ള വിശ്വാസികളെയും ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കും. ഉറപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചുവരിക തന്നെ വേണം. അദ്ദേഹം ചോദിച്ചു: ഞങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിലും? അല്ലാഹു ഞങ്ങളെ നിങ്ങളുടെ മതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അതിലേക്കു തന്നെ തിരിച്ചുവരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചവരായിത്തീരും. ഞങ്ങൾക്ക് ഇനി ഒരിക്കലും അതിലേക്ക് തിരിച്ചുവരാനാവില്ല, ഞങ്ങളുടെ നാഥനായ അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ. ഞങ്ങളുടെ നാഥനായ അല്ലാഹു സകല സംഗതികളെ സംബന്ധിച്ചും വിപുലമായ അറിവുള്ളവനാണ്. അല്ലാഹുവിലാണ് ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. നാഥ, ഞങ്ങൾക്കും ഞങ്ങളുടെ ജനത്തിനുമിടയിൽ നീ ന്യായമായ തീരുമാനമെടുക്കണമേ. തീരുമാനമെടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണല്ലോ. അദ്ദേഹത്തിന്റെ ജനതയിലെ സത്യനിഷേധികളായ പ്രമാണിമാർ പറഞ്ഞു: നിങ്ങൾ ശുഐബിനെ പിൻപറ്റിയാൽ ഉറപ്പായും നിങ്ങൾ നഷ്ടം പറ്റിയവരായിത്തീരും. അപ്പോൾ ഘോരമായ പ്രകമ്പനം അവരെ പിടികൂടി. അങ്ങനെ പ്രഭാതത്തിൽ അവർ തങ്ങളുടെ വീടുകളിൽ ജീവനറ്റ് കമിഴ്ന്നു വീണു കിടക്കുന്നവരായിത്തീർന്നു. ശുഐബിനെ തള്ളിപ്പറഞ്ഞവരുടെ അവസ്ഥ അവരവിടെ പാർത്തിട്ട് പോലുമില്ലാത്ത വിധം ആയിത്തീർന്നു. ശുഐബിനെ തള്ളിപ്പറഞ്ഞവർ തന്നെയാണ് നഷ്ടം പറ്റിയവർ. ശുഐബ് അവരെ വിട്ടുപോയി. അന്നേരം അദ്ദേഹം പറഞ്ഞു: എന്റെ ജനമേ, ഞാൻ എന്റെ നാഥന്റെ സന്ദേശങ്ങൾ നിങ്ങൾക്കെത്തിച്ചു തന്നു, നിങ്ങളോട് ഗുണകാംക്ഷ പുലർത്തി. അതിനാൽ സത്യനിഷേധികളായ ജനത്തിന്റെ പേരിൽ എനിക്കെങ്ങനെ ഖേദമുണ്ടാകും? നാം പ്രവാചകനെ നിയോഗിച്ച ഒരു നാട്ടിലെയും നിവാസികളെ പ്രയാസവും പ്രതിസന്ധിയും കൊണ്ട് പിടികൂടാതിരുന്നിട്ടില്ല. അവർ വിനീതരാവാൻ വേണ്ടിയാണത്. പിന്നീട് നാം അവരുടെ ദുസ്ഥിതി
സുസ്ഥിതിയാക്കി മാറ്റി. അവർ അഭിവൃദ്ധിപ്പെടുവോളം. അങ്ങനെ അവർ പറഞ്ഞു, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾക്കും ദുരിതവും സന്തോഷവുമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് നാം അവരെ പിടികൂടി. അവർക്ക് അതേക്കുറിച്ച് ബോധമുണ്ടായിരുന്നില്ല. അന്നാട്ടുകാർ വിശ്വസിക്കുകയും ഭക്തരാവുകയും ചെയ്തിരുന്നെങ്കിൽ നാം അവർക്ക് ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറന്നുകൊടുക്കുമായിരുന്നു. എന്നാൽ അവർ നിഷേധിച്ചു തള്ളുകയാണുണ്ടായത്. അതിനാൽ അവർ സമ്പാദിച്ചു വെച്ചതിന്റെ ഫലമായി നാം അവരെ പിടികൂടി. എന്നാൽ അന്നാട്ടുകാർ രാത്രിയിൽ അവർ ഉറക്കിലായിരിക്കെ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെപ്പറ്റി നിർഭയരായിപ്പോയോ? അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ പകൽവേളയിൽ വിനോദവൃത്തികളിലായിരിക്കെ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെപ്പറ്റി നിർഭയരായിരിക്കെയാണോ? അങ്ങനെ അവർ അല്ലാഹുവിന്റെ തന്ത്രത്തെപ്പറ്റി തന്നെ നിർഭയരായിരിക്കെയാണോ? എന്നാൽ അറിയുക, നശിച്ച ജനമല്ലാതെ അല്ലാഹുവിന്റെ തന്ത്രത്തെപ്പറ്റി നിർഭയരാവുകയില്ല. ഭൂമിയിൽ പൂർവവാസികളുടെ അനന്തരാവകാശികളായി വന്നവർ മനസ്സിലാക്കുന്നില്ലയോ? നാം ഇച്ഛിക്കുന്നുവെങ്കിൽ അവരെയും തങ്ങളുടെ പാപങ്ങളുടെ പേരിൽ നമ്മുടെ ശിക്ഷ ബാധിക്കുമെന്ന് നാം അവരുടെ മനസ്സുകൾ അടച്ചുപൂട്ടി മുദ്രവയ്ക്കും. അതോടെ അവരൊന്നും കേട്ടു മനസ്സിലാക്കാത്തവരായിത്തീരും. ആ നാടുകളെ സംബന്ധിച്ച ചില വിവരങ്ങൾ നാം നിനക്ക് പറഞ്ഞു തരികയാണ്. അവരിലേക്കുള്ള ദൈവദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുത്തു വന്നു. എന്നിട്ടും അവർ നേരത്തെ നിഷേധിച്ചു തള്ളിയതിൽ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇவ்விധം നാം സത്യനിഷേധികളുടെ മനസ്സുകൾക്ക് മുദ്രവയ്ക്കും. അവരിലേറെ പേരെയും കരാർ പാലിക്കുന്നവരായി നാം കണ്ടില്ല. അവരിലേറെ പേരെയും അധർമ്മികളായാണ് നാം കണ്ടത്. പിന്നീട് അവരുടെയൊക്കെ ശേഷം മൂസായെ നാം നമ്മുടെ തെളിവുകളുമായി ഫിർഔന്റെയും അവന്റെ പ്രമാണിമാരുടെയും അടുത്തേക്ക് അയച്ചു. അവരും നമ്മുടെ തെളിവുകളോട് അനീതി ചെയ്തു. നോക്കൂ, ആ നാശകാരികളുടെ ഒടുക്കം എவ்விധമായിരുന്നുവെന്ന്. മൂസ പറഞ്ഞു, ഫിർഔൻ, ഉറപ്പായും ഞാൻ പ്രപഞ്ചനാഥനിൽ നിന്നുള്ള ദൂതനാണ്. അല്ലാഹുവിന്റെ പേരിൽ സത്യമല്ലാത്തതൊന്നും പറയാതിരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള വ്യക്തമായ തെളിവുമായാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അതിനാൽ ഇസ്രയേൽ മക്കളെ എന്നോടൊപ്പം അയക്കുക. ഫിർഔൻ പറഞ്ഞു, നീ തെളിവുമായാണ് വന്നതെങ്കിൽ അതിങ്ങ് കൊണ്ടുവാ, നീ സത്യവാനെങ്കിൽ. അപ്പോൾ മൂസ തന്റെ വടി നിലത്തിട്ടു. ഉടനെ അത് പൂർണാർത്ഥത്തിൽ ഒരു പാമ്പായി മാറി. അദ്ദേഹം തന്റെ കൈ പുറത്തെടുത്തു. അപ്പോഴത് കാണുന്നവർക്കൊക്കെ വെളുത്തു തിളങ്ങുന്നതായി തീർന്നു. ഫിർഔന്റെ ജനതയിലെ പ്രമാണിമാർ പറഞ്ഞു, സംശയമില്ല, ഇവനൊരു പഠിച്ച മായാജാലക്കാരൻ തന്നെ. നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. അതിനാൽ നിങ്ങൾക്കെന്താണ് നിർദ്ദേശിക്കാനുള്ളത്? അവർ പറഞ്ഞു, ഇവനും ഇവന്റെ സഹോദരനും ഇവിടെ നിൽക്കട്ടെ. എന്നിട്ട് വിളിച്ചുകൂട്ടുവാൻ കഴിയുന്നവരെയെല്ലാം നഗരങ്ങളിലേക്ക് അയക്കുക. അവർ വിദഗ്ധമായ ജാലക്കാരെയൊക്കെ അങ്ങയുടെ സന്നിധിയിൽ കൊണ്ടുവരട്ടെ. ജാലവിദ്യക്കാർ ഫിർഔന്റെ അടുത്തു വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മികച്ച പ്രതിഫലമുണ്ടാകുമെന്ന് ഉറപ്പാണല്ലോ. ഫിർഔൻ പറഞ്ഞു, അതെ, ഉറപ്പായും. അതോടൊപ്പം നിങ്ങൾ നമ്മുടെ സ്വന്തക്കാരായി മാറുകയും ചെയ്യും. മായാജാലക്കാർ പറഞ്ഞു, മൂസ, ഒന്നുകിൽ നീ ആദ്യം വടിയെറിയുക, അല്ലെങ്കിൽ ഞങ്ങളെറിയാം. മൂസ പറഞ്ഞു, നിങ്ങൾ തന്നെ എറിഞ്ഞുകൊള്ളുക. അവർ വടിയെറിഞ്ഞു. അവർ ആളുകളുടെ കണ്ണുകളെ മാരണം ചെയ്യുകയും അവരിൽ ഭീതിയുണർത്തുകയും ചെയ്തു. ഗംഭീരമായ മായാജാലമാണ് അവർ കാണിച്ചത്. മൂസായോട് നാം നിർദ്ദേശിച്ചു, നീ നിന്റെ വടിയെറിയുക.
അതൊരു പാമ്പായി അവരുടെ മായാജാലത്തെ മുഴുവൻ വിഴുങ്ങാൻ തുടങ്ങി. അങ്ങനെ സത്യം സ്ഥാപിതമായി. അവർ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം പാഴാവുകയും ചെയ്തു. അവിധം അവിടെ വച്ചവർ പരാജിതരായി നന്നേ നിന്ദ്യരായിത്തീരുകയും ചെയ്തു. അതോടെ ആ മായാജാലക്കാർ സുജൂദ് ചെയ്തു വീണു. അവർ പറഞ്ഞു, ഞങ്ങളിതാ പ്രപഞ്ചനാഥനിൽ വിശ്വസിച്ചിരിക്കുന്നു, മൂസായുടെയും ഹാറൂന്റെയും നാഥനിൽ. ഫിർഔൻ പറഞ്ഞു, ഞാൻ അനുവാദം തരും മുമ്പേ നിങ്ങൾ അവനിൽ വിശ്വസിക്കുകയോ? സംശയമില്ല, ഇതൊരു കൊടും വഞ്ചന തന്നെ. ഇന്നാട്ടുകാരെ ഇവിടെ നിന്ന് പുറത്താക്കാനായി നിങ്ങൾ ഇവിടെ വെച്ച് നടത്തിയ ഗൂഢതന്ത്രമാണിത്. അതിനാൽ ഇതിന്റെ തിക്തഫലം നിങ്ങളിതാ അറിയാൻ പോകുന്നു. ഞാൻ നിങ്ങളുടെ കൈകാലുകൾ ഒന്നിനൊന്ന് വിപരീതമായി വെട്ടിമുറിക്കുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങളെയൊക്കെ ഞാൻ കുരിശിലേറ്റും, തീർച്ച. അവർ പറഞ്ഞു, ഉറപ്പായും ഞങ്ങളുടെ നാഥങ്കലേക്കാണ് ഞങ്ങൾക്ക് മടങ്ങിച്ചെല്ലാനുള്ളത്. ഞങ്ങളുടെ നാഥന്റെ തെളിവുകൾ ഞങ്ങൾക്ക് വന്നെത്തിയപ്പോൾ ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. അതിന്റെ പേരിൽ മാത്രമാണല്ലോ താങ്കൾ പ്രതികാരത്തിനൊരുങ്ങുന്നത്. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ ക്ഷമ നൽകണമേ. ഞങ്ങളെ നീ മുസ്ലിങ്ങളായി മരിപ്പിക്കണമേ. ഫിർഔന്റെ ജനതയിലെ പ്രമാണിമാർ പറഞ്ഞു, നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനും അങ്ങയെയും അങ്ങയുടെ ദൈവങ്ങളെയും തള്ളിപ്പറയാനും അങ്ങ് മൂസായെയും അവന്റെ ആൾക്കാരെയും സ്വതന്ത്രമായി വിടുകയാണോ? ഫിർഔൻ പറഞ്ഞു, നാം അവരുടെ ആൺകുട്ടികളെ കൊന്നൊടുക്കും, സ്ത്രീകളെ മാത്രം ജീവിക്കാൻ വിടും. തീർച്ചയായും നാം അവരുടെ മേൽ മേധാവിത്വമുള്ളവരായിരിക്കും. മൂസ തന്റെ ജനതയോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവോട് സഹായം തേടുക, എല്ലാം ക്ഷമിക്കുക. ഭൂമി അല്ലാഹുവിന്റേതാണ്. തന്റെ ദാസന്മാരിൽ താൻ ഇച്ഛിക്കുന്നവരെ അവൻ അതിന്റെ അവകാശികളാക്കും. അന്തിമ വിജയം ഭക്തന്മാർക്കാണ്. അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ അടുത്തു വരുന്നതിന് മുമ്പ് ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. താങ്കൾ വന്ന ശേഷവും ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണല്ലോ. മൂസ പറഞ്ഞു, നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ എതിരാളിയെ നശിപ്പിച്ചേക്കാം. അങ്ങനെ നിങ്ങളെ അവൻ ഭൂമിയിൽ പ്രതിനിധികളാക്കുകയും ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവൻ നോക്കും. ഫിർഔന്റെ ആൾക്കാരെ കൊല്ലങ്ങളോളം നാം ക്ഷാമത്തിലും വിളക്കമ്മിയിലും അകപ്പെടുത്തി. അവർ ബോധവാന്മാരാകുമോ എന്ന് നോക്കാൻ. അങ്ങനെ വല്ല നന്മയും വന്നാൽ അവർ പറയും, ഇത് നാം അർഹിക്കുന്നതു തന്നെ. വല്ല വിപത്തും ബാധിച്ചാൽ അതിനെ മൂസായുടെയും കൂടെയുള്ളവരുടെയും ദുശകുനമായി കാണുകയും ചെയ്യും. അറിയുക, അവരുടെ ശകുനം അല്ലാഹുവിന്റെ അടുക്കൽ തന്നെയാണ്. പക്ഷേ അവരിലേറെ പേരും അറിയുന്നില്ല. അവർ പറഞ്ഞു, ഞങ്ങളെ മായാജാലത്തിൽ അകപ്പെടുത്താനായി എന്ത് വിദ്യ കൊണ്ടുവന്നാലും ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല. അപ്പോൾ നാം അവരുടെ നേരെ വെള്ളപ്പൊക്കം, വെട്ടുകിളി, കീടങ്ങൾ, തവളകൾ, രക്തം എന്നീ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അയച്ചു. എന്നിട്ടും അവർ അഹങ്കരിക്കുകയാണുണ്ടായത്. കുറ്റവാളികളായ ജനമായിരുന്നു അവർ. അവർക്ക് വിപത്ത് വന്നു ഭവിച്ചപ്പോൾ അവർ പറഞ്ഞു, മൂസ, നിന്റെ നാഥൻ നിനക്ക് നൽകിയ ഉറപ്പനുസരിച്ച് നീ ഞങ്ങൾക്കു വേണ്ടി അവനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങളിൽ നിന്ന് ഈ വിപത്തുകൾ നീക്കിത്തന്നാൽ ഉറപ്പായും ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കും. നിന്റെ കൂടെ ഇസ്രായേൽ മക്കളെ അയക്കുകയും ചെയ്യും. എന്നാൽ അവരെത്തേണ്ട നിശ്ചിത അവധി വരെ നാം അവരിൽ നിന്ന് എല്ലാ വിപത്തുകളും ഒഴിവാക്കി. അപ്പോൾ അവരെല്ലാം ആ വാക്ക് ലംഘിക്കുകയാണുണ്ടായത്. അതിനാൽ നാം അവരോട് പ്രതികാരം ചെയ്തു. നാം അവരെ കടലിൽ മുക്കിക്കൊന്നു. അവർ നമ്മുടെ വചനങ്ങളെ തള്ളിക്കളയുകയും അവയെ അപ്പാടെ അവഗണിക്കുകയും ചെയ്തതിനാലാണിത്. മർദ്ദിച്ചൊതുക്കപ്പെട്ടിരുന്ന ആ ജനതയെ നാം അനുഗ്രഹിച്ച കിഴക്കും പടിഞ്ഞാറുമുള്ള പ്രദേശങ്ങളുടെ അവകാശികളാക്കി. അങ്ങനെ ഇസ്രായേൽ മക്കളോടുള്ള നിന്റെ നാഥന്റെ ശുഭവാഗ്ദാനം പൂർത്തിയായി.
അവർ ക്ഷമ പാലിച്ചതിനാലാണിത്. ഫിർഔനും അവന്റെ ജനതയും നിർമ്മിച്ചുകൊണ്ടിരുന്നതും കെട്ടിപ്പൊക്കിയിരുന്നതുമായ എല്ലാം നാം തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. ഇസ്രയേൽ മക്കളെ നാം കടൽ കടത്തിക്കൊടുത്തു. അവർ വിഗ്രഹപൂജകരായ ഒരു ജനതയുടെ അടുത്തെത്തി. അവർ പറഞ്ഞു, മൂസ, ഇവർക്ക് ഒരുപാട് ദൈവങ്ങളുള്ളതുപോലെ ഒരു ദൈവത്തെ ഞങ്ങൾക്കും ഉണ്ടാക്കിത്തരിക. മൂസ പറഞ്ഞു, നിങ്ങൾ ഒരു വിവരം കെട്ട ജനം തന്നെ. ഇക്കൂട്ടർ അവലംബങ്ങളാക്കിയവയെല്ലാം നശിക്കാനുള്ളതാണ്. അവർ ചെയ്തു പോരുന്നതോ നിഷ്ഫലവും. മൂസ പറഞ്ഞു, അല്ലാഹു അല്ലാത്ത വേറെ ദൈവത്തെ ഞാൻ നിങ്ങൾക്കായി തേടുകയോ? ലോകരിലാരെക്കാളും നിങ്ങളെ ശ്രേഷ്ഠരാക്കിയത് അവനായിരിക്കെ? ഫിർഔന്റെ ആൾക്കാരിൽ നിന്ന് നാം നിങ്ങളെ രക്ഷിച്ചതോർക്കുക. അവർ നിങ്ങളെ പീഡനങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു. നിങ്ങളുടെ ആൺകുട്ടികളെ അവർ അറുകൊല നടത്തി. സ്ത്രീകളെ മാത്രം ജീവിക്കാൻ വിട്ടു. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള കടുത്ത പരീക്ഷണമുണ്ടായിരുന്നു. മൂസാക്ക് നാം 30 രാവുകൾ നിശ്ചയിച്ചു കൊടുത്തു. പിന്നീട് 10 കൂടി ചേർത്ത് അത് പൂർത്തിയാക്കി. അങ്ങനെ തന്റെ നാഥൻ നിശ്ചയിച്ച 40 നാൾ തികഞ്ഞു. മൂസ തന്റെ സഹോദരൻ ഹാറൂനോട് പറഞ്ഞു, എനിക്ക് പിറകെ നീ എന്റെ ജനത്തിന് എന്റെ പ്രതിനിധിയാവണം. നല്ല നിലയിൽ വർത്തിക്കണം. കുഴപ്പക്കാരുടെ വഴിയെ പോകരുത്. നാം നിശ്ചയിച്ച സമയത്ത് മൂസ വന്നു. തന്റെ നാഥൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ മൂസ പറഞ്ഞു, എന്റെ നാഥ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ. ഞാൻ നിന്നെയൊന്ന് നോക്കിക്കാണട്ടെ. അല്ലാഹു പറഞ്ഞു, നിനക്ക് എന്നെ കാണാനാവില്ല. എന്നാലും നീ ആ മലയിലേക്ക് നോക്കുക. അത് സ്വസ്ഥാനത്ത് ഉറച്ചുനിന്നാൽ നീ എന്നെ കാണും. അങ്ങനെ അദ്ദേഹത്തിന്റെ നാഥൻ പർവ്വതത്തിന് പ്രത്യക്ഷമായപ്പോൾ അവൻ അതിനെ പൊടിയാക്കി. മൂസ ബോധം കെട്ടു വീഴുകയും ചെയ്തു. പിന്നീട് ബോധമുണർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എത്ര പരിശുദ്ധൻ! ഞാനിതാ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു. ഞാൻ സത്യവിശ്വാസികളിൽ ഒന്നാമനാകുന്നു. അല്ലാഹു പറഞ്ഞു, മൂസ, ഞാൻ എന്റെ സന്ദേശങ്ങളാലും സംഭാഷണങ്ങളാലും മറ്റെല്ലാ മനുഷ്യരെക്കാളും പ്രാധാന്യം നൽകി നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിനാൽ ഞാൻ നിനക്ക് തന്നതൊക്കെ മുറുകെ പിടിക്കുക. നന്ദിയുള്ളവനായി തീരുകയും ചെയ്യുക. സകല സംഗതികളെയും സംബന്ധിച്ച സതുപദേശങ്ങളും എല്ലാ കാര്യങ്ങളുടെയും വിശദാംശങ്ങളും നാം മൂസാക്ക് ഫലകങ്ങളിൽ രേഖപ്പെടുത്തിക്കൊടുത്തു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, അവയെ മുറുകെ പിടിക്കുക. അവയിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നിന്റെ ജനതയോട് കൽപ്പിക്കുകയും ചെയ്യുക. അധർമ്മകാരികളുടെ താമസസ്ഥലം വൈകാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഭൂമിയിൽ അന്യായമായി അഹങ്കരിച്ചു നടക്കുന്നവരെ ഞാൻ എന്റെ വചനങ്ങളിൽ നിന്ന് തെറ്റിച്ചു കളയും. എന്തു തെളിവ് കണ്ടാലും അവരതിൽ വിശ്വസിക്കുകയില്ല. നേർവഴി കണ്ടാലും അവർ ആ മാർഗം സ്വീകരിക്കുകയില്ല. ദുർമാർഗം കണ്ടാലോ അവർ ആ പാത പിന്തുടരുകയും ചെയ്യും. നമ്മുടെ വചനങ്ങളെ കള്ളമാക്കി തള്ളുകയും അവയെ അപ്പാടെ അവഗണിക്കുകയും ചെയ്തതിനാലാണിത്. നമ്മുടെ വചനങ്ങളെയും പരലോകത്തെ അഭിമുഖീകരിക്കുമെന്നതിനെയും തള്ളിപ്പറയുന്നവരുടെ എല്ലാ പ്രവർത്തനങ്ങളും പാഴായിരിക്കുന്നു. അവർ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമല്ലാതെ അവർക്ക് കിട്ടുമോ? മൂസ പോയ ശേഷം അദ്ദേഹത്തിന്റെ ജനത തങ്ങളുടെ ആഭരണങ്ങൾ കൊണ്ട് മുക്രയിടുന്ന ഒരു പശുക്കിടാവിന്റെ രൂപമുണ്ടാക്കി. അത് അവരോട് സംസാരിക്കുന്നില്ലെന്നും അതവരെ നേർവഴിയിൽ നയിക്കുന്നില്ലെന്നും അവർ മനസ്സിലാക്കുന്നില്ലേ? എന്നിട്ടും അവരതിനെ ദൈവമാക്കി. അവർ കടുത്ത അക്രമികൾ തന്നെ. പിന്നീട് അവർക്ക് കുറ്റവിചാരമുണ്ടാവുകയും തങ്ങൾ പിഴച്ചുപോയതായി അവർ കണ്ടറിയുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ നാഥൻ ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും. മൂസ കുപിതനും ദുഃഖിതനുമായി തന്റെ ജനതയിലേക്ക് തിരിച്ചുവന്നു. അദ്ദേഹം പറഞ്ഞു,
എനിക്ക് പിറകെ എന്റെ പ്രതിനിധികളായി നിങ്ങൾ ചെയ്തതെല്ലാം വളരെ ചീത്ത തന്നെ. നിങ്ങളുടെ നാഥന്റെ വിധി വരാൻ കാത്തിരിക്കാതെ നിങ്ങൾ ധൃതി കാണിച്ചോ? അദ്ദേഹം ഫലകം നിലത്തെറിഞ്ഞു. സഹോദരന്റെ തല തന്റെ നേരെ പിടിച്ചു വലിച്ചു. സഹോദരൻ പറഞ്ഞു, എന്റെ മാതാവിന്റെ മകനെ, ഈ ജനം എന്നെ കഴിവുകെട്ടവനായി കണ്ടു. അവരെന്നെ കൊല്ലുമെന്നേടത്തോളം എത്തി. അതിനാൽ എതിരാളികൾക്ക് എന്നെ നോക്കിച്ചിരിക്കാൻ ഇടവരുത്താതിരിക്കുക. അക്രമികളായ ജനത്തിന്റെ കൂട്ടത്തിൽ എന്നെ പെടുത്താതിരിക്കുക. മൂസ പറഞ്ഞു, എന്റെ നാഥ, എനിക്കും എന്റെ സഹോദരനും നീ പുറത്തു തരേണമേ. ഞങ്ങളെ നീ നിന്റെ അനുഗ്രഹത്തിന് അർഹരാക്കണമേ. നീ പരമകാരുണികനല്ലോ. പശുക്കിടാവിനെ ദൈവമാക്കിയവരെ അവരുടെ നാഥന്റെ കോപം ബാധിക്കുക തന്നെ ചെയ്യും. ഐഹിക ജീവിതത്തിൽ അവർക്ക് നിന്ദ്യതയാണുണ്ടാവുക. കള്ളം കെട്ടിച്ചമയ്ക്കുന്നവർക്ക് നാം ഇவ்விധമാണ് പ്രതിഫലം നൽകുക. ദുർവൃത്തികൾ ചെയ്ത ശേഷം പശ്ചാത്തപിക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തവരോട് നിന്റെ നാഥൻ ഏറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ്. മൂസായുടെ കോപം ശമിച്ചപ്പോൾ അദ്ദേഹം ആ ഫലകങ്ങളെടുത്തു. തങ്ങളുടെ നാഥനെ ഭയപ്പെടുന്നവർക്ക് ആ രേഖാഫലകത്തിൽ മാർഗദർശനവും അനുഗ്രഹവുമാണുണ്ടായിരുന്നത്. നാം നിശ്ചയിച്ച സമയത്ത് തന്റെ കൂടെ ഹാജരാകാൻ മൂസ അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് 70 പേരെ തെരഞ്ഞെടുത്തു. പെട്ടെന്ന് ഞെട്ടലുണ്ടാക്കുന്ന പ്രകമ്പനം അവരെ പിടികൂടി. അപ്പോൾ മൂസ പറഞ്ഞു, എന്റെ നാഥ, നീ ഇച്ഛിച്ചിരുന്നെങ്കിൽ നേരത്തെ തന്നെ അവരെയും എന്നെയും നിനക്ക് നശിപ്പിക്കാമായിരുന്നു. ഞങ്ങളിലെ ഏതാനും വിഡ്ഢികൾ പ്രവർത്തിച്ച പാപത്തിന്റെ പേരിൽ നീ ഞങ്ങളെയൊക്കെ നശിപ്പിക്കുകയാണോ? നിന്റെ ഒരു പരീക്ഷണമല്ലാതൊന്നുമല്ലിത്. അതുവഴി നീ ഇച്ഛിച്ചവരെ നീ വഴികേടിലാക്കുന്നു. നീ ഇച്ഛിച്ചവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. നീയാണ് ഞങ്ങളുടെ രക്ഷകൻ. അതിനാൽ ഞങ്ങൾക്ക് നീ പൊറുത്തു തരേണമേ. ഞങ്ങളോട് കരുണ കാണിക്കണമേ. പൊറുക്കുന്നവരിൽ അത്യുത്തമൻ നീയാണല്ലോ. ഞങ്ങൾക്കു നീ ഈ ലോകത്തും പരലോകത്തും നന്മ വിധിക്കണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയിരിക്കുന്നു. അല്ലാഹു അറിയിച്ചു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവരെ ബാധിക്കും. എന്നാൽ എന്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുന്നു. സൂക്ഷ്മത പാലിക്കുകയും സകാത്ത് നൽകുകയും നമ്മുടെ പ്രമാണങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് നാം അത് രേഖപ്പെടുത്തുന്നു. തങ്ങളുടെ വശമുള്ള തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തിയതായി അവർ കാണുന്ന നിരക്ഷരനായ പ്രവാചകനുണ്ടല്ലോ, അവർ ആ ദൈവദൂതനെ പിൻപറ്റുന്നവരാണ്. അവരോട് അദ്ദേഹം നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നു. ഉത്തമ വസ്തുക്കൾ അവർക്ക് അനുവദനീയമാക്കുകയും ചീത്ത വസ്തുക്കൾ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അവരെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കിവെക്കുന്നു. അവരെ കുരുക്കിയിട്ട വിലങ്ങുകൾ അഴിച്ചുമാറ്റുന്നു. അതിനാൽ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും അദ്ദേഹത്തിന് അവതീർണമായ പ്രകാശത്തെ പിന്തുടരുകയും ചെയ്യുന്നവരാരോ അവരാണ് വിജയം വരിച്ചവർ. പറയുക, മനുഷ്യരെ, ഞാൻ നിങ്ങളെല്ലാവരിലേക്കുമുള്ള ആകാശഭൂമികളുടെ അധിപനായ അല്ലാഹുവിന്റെ ദൂതനാണ്. അവനല്ലാതെ ദൈവമില്ല. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക, അവന്റെ ദൂതനിലും അഥവാ നിരക്ഷരനായ പ്രവാചകനിൽ. അദ്ദേഹം അല്ലാഹുവിലും അവന്റെ വചനങ്ങളിലും വിശ്വസിക്കുന്നു. നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുക. നിങ്ങൾ നേർവഴിയിലായേക്കാം. മൂസായുടെ ജനതയിൽ തന്നെ സത്യമനുസരിച്ച് നേർവഴി കാട്ടുകയും അതിനനുസരിച്ച് നീതി നടത്തുകയും ചെയ്യുന്ന ഒരു സമുദായമുണ്ട്. അവരെ നാം 12 ഗോത്രങ്ങളായി അഥവാ സമൂഹങ്ങളായി വിഭജിച്ചു. മൂസായോട് അദ്ദേഹത്തിന്റെ ജനത കുടിവെള്ളം ചോദിച്ചു. അപ്പോൾ നാം അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു, നീ നിന്റെ വടികൊണ്ട് പാറക്കല്ലിൽ അടിക്കുക. അങ്ങനെ അതിൽ നിന്ന് 12 ഉറവകൾ പൊട്ടിയൊഴുകി.
ഓരോ വിഭാഗത്തിനും തങ്ങൾ വെള്ളം കുടിക്കേണ്ട സ്ഥലമേതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അവർക്കു നാം കാർമേഘം കൊണ്ട് തണലേകി, മന്നായും സൽവായും ഇറക്കിക്കൊടുത്തു. നാം നിർദ്ദേശിച്ചു, നാം നിങ്ങൾക്ക് നൽകിയ ഉത്തമ പദാർത്ഥങ്ങളിൽ നിന്ന് തിന്നുകൊള്ളുക. തങ്ങളുടെ ചെയ്തികളിലൂടെ അവർ നമുക്കൊരു ദ്രോഹവും വരുത്തിയിട്ടില്ല. അവരെ തന്നെയാണ് അവർ ദ്രോഹിച്ചുകൊണ്ടിരുന്നത്. അവരോടിങ്ങനെ പറഞ്ഞതോർക്കുക: നിങ്ങൾ ഈ പട്ടണത്തിൽ പാർക്കുകയും ഇവിടെ നിങ്ങൾക്കിഷ്ടമുള്ളിടത്തുനിന്ന് തിന്നുകയും ചെയ്യുക. നിങ്ങൾ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുക. പട്ടണ കവാടത്തിലൂടെ സുജൂദ് ചെയ്യുന്നവരായി പ്രവേശിക്കുകയും ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ നാം പൊറുത്തുതരും. നല്ലവർക്ക് നാം കൂടുതൽ നൽകും. എന്നാൽ അവരോട് പറഞ്ഞതിനെ അവരിലെ അക്രമികൾ മാറ്റിമറിച്ചു. അങ്ങനെ അവർ അക്രമം കാണിച്ചു. തത്ഫലമായി നാം അവരുടെ മേൽ ഉപരിലോകത്തുനിന്ന് ശിക്ഷ അയച്ചു. സമുദ്രതീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ആ പട്ടണത്തെപ്പറ്റി നീ ഇവരോടൊന്ന് ചോദിച്ചു നോക്കൂ. സാബത്ത് ദിനാചരണത്തിൽ അവർ അതിക്രമം കാണിച്ച കാര്യം. സാബത്ത് ദിനത്തിൽ അവർക്കാവശ്യമായ മത്സ്യങ്ങൾ ജലപ്പരപ്പിൽ അവരുടെ അടുത്ത് കൂട്ടമായി വന്നതും സാബത്ത് ആചരിക്കേണ്ടാത്ത ദിനങ്ങളിൽ അവ അവരുടെ അടുത്ത് വരാതിരുന്നതുമായ കാര്യം. അവർ അധർമ്മം പ്രവർത്തിച്ചിരുന്നതിനാൽ നാം അവരെ അവിധം പരീക്ഷിക്കുകയായിരുന്നു. അവരിൽ ഒരു വിഭാഗം ഇങ്ങനെ പറഞ്ഞതോർക്കുക: അല്ലാഹു നിശേഷം നശിപ്പിക്കുകയോ അല്ലെങ്കിൽ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യാനിരിക്കുന്ന ജനത്തെ നിങ്ങൾ എന്തിന് ഉപദേശിക്കുന്നു? അവർ മറുപടി പറഞ്ഞു: നിങ്ങളുടെ നാഥന്റെ അടുത്ത് ഞങ്ങൾ ബാധ്യത നിറവേറ്റിയിട്ടുണ്ടെന്ന് ന്യായം ബോധിപ്പിക്കാൻ ഒരു വേള അവർ സൂക്ഷ്മതയുള്ളവരായേക്കാമല്ലോ. അങ്ങനെ അവരെ ഓർമ്മിപ്പിച്ചിരുന്ന ഉപദേശം അവർ പൂർണ്ണമായും മറന്നപ്പോൾ തിന്മകൾ തടഞ്ഞിരുന്നവരെ നാം രക്ഷപ്പെടുത്തി. അതിക്രമം കാണിച്ചവരെയെല്ലാം അവരുടെ പാപവൃത്തികളുടെ പേരിൽ കൊടും ശിക്ഷയാൽ പിടികൂടുകയും ചെയ്തു. അവരോട് വിലക്കിയിരുന്ന കാര്യങ്ങളിലെല്ലാം അവർ ധിക്കാരം കാണിച്ചപ്പോൾ നാം അവരോട് പറഞ്ഞു: നിങ്ങൾ നിന്ദ്യരായ കുരങ്ങന്മാരായി തീരട്ടെ. നിന്റെ നാഥൻ പ്രഖ്യാപിച്ചതോർക്കുക: അവരെ ക്രൂരമായി ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരെ അവരുടെ നേരെ അന്ത്യനാൾ വരെയും അവൻ നിയോഗിച്ചുകൊണ്ടിരിക്കും. നിന്റെ നാഥൻ വളരെ വേഗം ശിക്ഷ നടപ്പാക്കുന്നവനാണ്, ഒപ്പം ഏറെ പൊറുക്കുന്നവനും കരുണാമയനും. ഭൂമിയിൽ അവരെ നാം പല സമൂഹങ്ങളായി വിഭജിച്ചിരിക്കുന്നു. അവരിൽ സജ്ജനങ്ങളുണ്ട്, നേരെ മറിച്ചുള്ളവരുമുണ്ട്. നാം അവരെ ഗുണദോഷങ്ങളാൽ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരു വേള അവർ തിരിച്ചുവന്നെങ്കിലോ. പിന്നീട് അവർക്ക് പിറകെ അവരുടെ പിൻഗാമികളായി ഒരു വിഭാഗം വന്നു. അവർ വേദഗ്രന്ഥം അനന്തരമെടുത്തു. ഈ അധമലോകത്തിന്റെ വിഭവങ്ങളാണ് അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതൊക്കെ പുറത്തു കിട്ടുമെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഐഹിക വിഭവങ്ങൾ വീണ്ടും വന്നു കിട്ടിയാൽ അതവർ വാരിപ്പുണരും. അല്ലാഹുവിന്റെ പേരിൽ സത്യമല്ലാതൊന്നും പറയുകയില്ലെന്ന് വേദഗ്രന്ഥത്തിലൂടെ അവരോട് കരാർ വാങ്ങുകയും അതിലുള്ളത് അവർ പഠിച്ചറിയുകയും ചെയ്തിട്ടില്ലേ? പരലോക ഭവനമാണ് ഭക്തി പുലർത്തുന്നവർക്ക് ഉത്തമം. നിങ്ങൾ ആലോചിച്ചറിയുന്നില്ലേ? അല്ലാഹുവിന്റെ ഗ്രന്ഥം മുറുകെ പിടിക്കുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും ചെയ്യുന്ന സൽക്കർമ്മികൾക്കുള്ള പ്രതിഫലം നാം നഷ്ടപ്പെടുത്തുകയില്ല, തീർച്ച. ഓർക്കുക, നാം അവർക്കുമീതെ മലയെ കുടയായി പിടിച്ചു. അത് തങ്ങളുടെ മേൽ വീഴുമെന്ന് അവർ കരുതി. അപ്പോൾ നാം പറഞ്ഞു: നാം നിങ്ങൾക്കു നൽകിയത് മുറുകെ പിടിക്കുക, അതിലുള്ളത് ഓർക്കുകയും ചെയ്യുക. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. നിന്റെ നാഥൻ ആദം സന്തതികളുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താന പരമ്പരകളെ പുറത്തെടുക്കുകയും അവരുടെ മേൽ അവരെ തന്നെ സാക്ഷിയാക്കുകയും ചെയ്ത സന്ദർഭം അവൻ ചോദിച്ചു: നിങ്ങളുടെ നാഥൻ ഞാനല്ലയോ? അവർ പറഞ്ഞു: അതെ,
ഞങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ ഞങ്ങൾ ഇതേക്കുറിച്ച് അശ്രദ്ധരായിരുന്നുവെന്ന് നിങ്ങൾ പറയാതിരിക്കാനാണിത്. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെയും പറയാതിരിക്കാനാണ്: വളരെ മുമ്പ് തന്നെ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ അല്ലാഹുവിൽ പങ്കുചേർത്തിരുന്നു. അവർക്കു ശേഷം വന്ന അവരുടെ പിന്മുറക്കാർ മാത്രമാണ് ഞങ്ങൾ. എന്നിട്ടും ആ ദുരാചാരികൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കുകയോ? ഇவ்விധം നാം തെളിവുകൾ വിശദമായി വിവരിച്ചു തരുന്നു. ഒരു വേള അവർ തിരിച്ചുവന്നെങ്കിലോ? ആ ഒരുവന്റെ വിവരം നീ അവരെ വായിച്ചു കേൾപ്പിക്കുക. നാം അയാൾക്ക് നമ്മുടെ വചനങ്ങൾ നൽകി, എന്നിട്ടും അയാൾ അതിൽ നിന്നൊഴിഞ്ഞുമാറി. അപ്പോൾ പിശാച് അവന്റെ പിറകെ കൂടി. അങ്ങനെ അവൻ വഴികേടിലായി. നാം ഇച്ഛിച്ചിരുന്നെങ്കിൽ ആ വചനങ്ങളിലൂടെ തന്നെ നാം അവനെ ഉന്നതിയിലേക്ക് നയിക്കുമായിരുന്നു. പക്ഷെ അയാൾ ഭൂമിയോട് ഒട്ടിച്ചേർന്ന് തന്നിഷ്ടത്തെ പിൻപറ്റുകയാണുണ്ടായത്. അതിനാൽ അയാളുടെ ഉപമ ഒരു നായയുടേതാണ്. നീ അതിനെ ദ്രോഹിച്ചാൽ അത് നാക്ക് തൂക്കിയിടും. നീ അതിനെ വെറുതെ വിട്ടാലും അത് നാവ് നീട്ടിയിടും. നമ്മുടെ വചനങ്ങളെ കള്ളമാക്കിയ ജനത്തിന്റെ ഉദാഹരണവും ഇതുതന്നെ. അതിനാൽ അവർക്ക് ഇക്കഥയൊന്ന് വിശദീകരിച്ചു കൊടുക്കുക. ഒരു വേള അവർ ചിന്തിച്ചെങ്കിലോ? നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറയുകയും തങ്ങൾക്കു തന്നെ ദ്രോഹം വരുത്തിവെക്കുകയും ചെയ്യുന്നവരുടെ ഉപമ വളരെ ചീത്ത തന്നെ. അല്ലാഹു നന്മയിലേക്ക് നയിക്കുന്നവർ മാത്രമാണ് നേർവഴി പ്രാപിച്ചവർ. അവൻ ദുർമാർഗത്തിലാക്കുന്നവർ നഷ്ടം പറ്റിയവരാണ്. ജിന്നുകളിലും മനുഷ്യരിലും ധാരാളം പേരെ നാം നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് ഹൃദയങ്ങളുണ്ട്, അതുപയോഗിച്ച് അവർ പഠിക്കുന്നില്ല. കണ്ണുകളുണ്ട്, അതുകൊണ്ട് കണ്ടറിയുന്നില്ല. കാതുകളുണ്ട്, അതുപയോഗിച്ച് കേട്ടു മനസ്സിലാക്കുന്നില്ല. അവർ നാൽക്കാലികളെപ്പോലെയാണ്, എന്നല്ല, അവരാണ് പിഴച്ചവർ. അവർ തന്നെയാണ് ഒരു ശ്രദ്ധയുമില്ലാത്തവർ. അല്ലാഹുവിന് അത്യുത്കൃഷ്ടമായ അനേകം നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ തന്നെ നിങ്ങൾ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുക. അവന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുന്നവരെ അവഗണിക്കുക. സംശയം വേണ്ട, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫലം അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. നമ്മുടെ സൃഷ്ടികളിൽ ജനത്തെ സത്യപാതയിൽ നയിക്കുകയും സത്യനിഷ്ഠയോടെ നീതി നടത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. എന്നാൽ നമ്മുടെ വചനങ്ങളെ തള്ളിക്കളയുന്നവരെ അവരറിയാതെ നാം ക്രമേണ പിടികൂടും. നാം അവർക്ക് വീണ്ടും വീണ്ടും അവസരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അറിയുക, തീർച്ചയായും നമ്മുടെ തന്ത്രം ഭദ്രം തന്നെ. ഇക്കൂട്ടർ ആലോചിച്ചറിഞ്ഞിട്ടില്ലേ തങ്ങളുടെ കൂട്ടുകാരന് ഭ്രാന്തൊന്നുമില്ലെന്ന്? അദ്ദേഹം തെളിഞ്ഞ മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. ആകാശഭൂമികളുടെ ഭരണ സംവിധാനത്തെക്കുറിച്ച് അവർ അല്പവും ആലോചിച്ചു നോക്കിയിട്ടില്ലേ? അല്ലാഹു സൃഷ്ടിച്ച ഒന്നിനെക്കുറിച്ചും അവർ മനസ്സിലാക്കിയിട്ടില്ലേ? അവരുടെ ജീവിതാവധി അടുത്തെത്തിയിരിക്കാമെന്നതിനെപ്പറ്റിയും? ഇനി ഈ ഖുർആനിനു ശേഷം അതല്ലാത്ത ഏതൊരു സന്ദേശത്തിലാണ് അവർ വിശ്വസിക്കാൻ പോകുന്നത്? അല്ലാഹു വഴികേടിലാക്കുന്നവരെ നേർവഴിയിലാക്കുന്ന ആരുമില്ല. അവനവരെ തങ്ങളുടെ അതിക്രമത്തിൽ അന്ധമായി വിഹരിക്കാൻ വിട്ടിരിക്കയാണ്. ആ അന്ത്യനിമിഷത്തെപ്പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു, അതെപ്പോഴാണ് വന്നെത്തുക എന്ന്. പറയുക, അതേക്കുറിച്ച് അറിവ് എന്റെ നാഥന്റെ വശം മാത്രമേയുള്ളൂ. യഥാസമയം അവനാണത് വെളിപ്പെടുത്തുക. ആകാശഭൂമികളിൽ അതുണ്ടാക്കുന്ന ആഘാതം വളരെ കടുത്തതായിരിക്കും. തീർത്തും യാദൃശ്ചികമായാണ് അത് നിങ്ങളിൽ വന്നെത്തുക. നീ അതേക്കുറിച്ച് ചുഴിഞ്ഞ് അന്വേഷിച്ചറിഞ്ഞവനാണെന്ന പോലെ അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അതേക്കുറിച്ച് അറിവ് അല്ലാഹുവിങ്കൽ മാത്രമേയുള്ളൂ. എങ്കിലും ഏറെപ്പേരും ഇതൊന്നും അറിയുന്നില്ല. പറയുക, ഞാൻ എനിക്കു തന്നെ ഗുണമോ ദോഷമോ വരുത്താൻ കഴിയാത്തവനാണ്. അല്ലാഹു ഇച്ഛിച്ചത് മാത്രം നടക്കുന്നു. എനിക്ക് അഭൗതിക കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ
നിശ്ചയമായും ഞാൻ എനിക്കു തന്നെ അളവറ്റ നേട്ടങ്ങൾ കൈവരുത്തുമായിരുന്നു. ദോഷങ്ങൾ എന്നെ ഒട്ടും ബാധിക്കുമായിരുന്നുമില്ല. എന്നാൽ ഞാനൊരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്, വിശ്വസിക്കുന്ന ജനത്തിന് ശുഭവാർത്ത അറിയിക്കുന്നവനും. ഒരൊറ്റ സത്തയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. അതിൽ നിന്നു തന്നെ അതിന്റെ ഇണയെയും സൃഷ്ടിച്ചു. ആ ഇണയോടൊത്ത് നിർവൃതി നുകരാൻ അവൻ അവളെ പുണർന്നു. അങ്ങനെ അവൾ ഗർഭത്തിന്റെ ലഘുവായ ഭാരം വഹിച്ചു. അവൾ അതും ചുമന്നു നടന്നു. പിന്നീട് അതവൾക്ക് ഭാരമായപ്പോൾ അവരിരുവരും തങ്ങളുടെ നാഥനായ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് നീ നല്ലൊരു കുഞ്ഞിനെ തരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും. അങ്ങനെ അല്ലാഹു അവർക്ക് നല്ലൊരു കുഞ്ഞിനെ കൊടുത്തു. അപ്പോൾ അവൻ അവർക്ക് നൽകിയതിൽ അവർ അല്ലാഹുവിന് പങ്കുകാരെ സങ്കൽപ്പിച്ചു. എന്നാൽ അവർ സങ്കൽപ്പിക്കുന്ന പങ്കാളികളിൽ നിന്നെല്ലാം അതീതനും ഉന്നതനുമാണ് അല്ലാഹു. ഒന്നും പടച്ചുണ്ടാക്കാത്തവരെയാണോ അവർ അവനിൽ പങ്കാളികളാക്കുന്നത്? അവർ തന്നെയും അല്ലാഹുവാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇവർക്കൊരു സഹായവും ചെയ്യാൻ അവർക്കാവില്ല. എന്തിനേറെ തങ്ങളെ തന്നെ സഹായിക്കാനും അവർക്ക് സാധ്യമല്ല. നിങ്ങൾ ഇവരെ നേർവഴിയിലേക്ക് ക്ഷണിച്ചാൽ ഉറപ്പായും ഇവർ നിങ്ങളെ പിൻപറ്റുകയില്ല. നിങ്ങൾ ഇവരെ ക്ഷണിക്കുന്നതും വെറുതെ മൗനം അവലംബിക്കുന്നതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമമാണ്. അല്ലാഹുവെ വിട്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ നിങ്ങളെപ്പോലുള്ള അടിമകൾ മാത്രമാണ്. നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചു നോക്കൂ, നിങ്ങൾക്കവർ ഉത്തരം നൽകട്ടെ, നിങ്ങൾ സത്യവാദികളെങ്കിൽ. അവർക്ക് കാലുകളുണ്ടോ നടക്കാൻ, കൈകളുണ്ടോ പിടിക്കാൻ, കണ്ണുകളുണ്ടോ കാണാൻ, കാതുകളുണ്ടോ കേൾക്കാൻ? പറയുക, നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ വിളിക്കൂ, എന്നിട്ട് എനിക്കെതിരെ തന്ത്രങ്ങൾ പ്രയോഗിക്കൂ. എനിക്കൊട്ടും അവധി അനുവദിക്കേണ്ടതില്ല. ഈ വേദഗ്രന്ഥമിറക്കിയ അല്ലാഹുവാണ് എന്റെ രക്ഷകൻ. അവൻ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നു. അവനെ വിട്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കൊന്നും നിങ്ങളെ സഹായിക്കാൻ സാധ്യമല്ല. തങ്ങളെ തന്നെ സഹായിക്കാൻ അവർക്കാവില്ല. നിങ്ങൾ അവരെ നേർവഴിയിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ അതവർ കേൾക്കുക പോലുമില്ല. അവർ നിന്റെ നേരെ നോക്കുന്നതായി നിനക്കു കാണാം, ഫലത്തിലോ അവരൊന്നും കാണുന്നില്ല. നീ വിട്ടുവീഴ്ച കാണിക്കുക, നല്ലത് കൽപ്പിക്കുക, അവിവേകികളെ അവഗണിക്കുക. പിശാചിൽ നിന്നുള്ള വല്ല ദുർബോധനവും നിനക്കുണ്ടാവുകയാണെങ്കിൽ നീ അല്ലാഹുവിൽ ശരണം തേടുക. തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ദൈവഭക്തർക്ക് പിശാചിൽ നിന്നുള്ള വല്ല ദുർബോധനവുമുണ്ടായാൽ പെട്ടെന്നു തന്നെ അവർ അതേക്കുറിച്ച് ബോധവാന്മാരായിത്തീരുന്നു. അപ്പോഴവർ തികഞ്ഞ ഉൾക്കാഴ്ചയുള്ളവരായി മാറും. എന്നാൽ തങ്ങളുടെ സഹോദരന്മാരെ പിശാചുക്കൾ ദുർമാർഗത്തിലൂടെ വിഹരിക്കാൻ വിടുന്നു. പിന്നെ അവരതിലൊട്ടും കുറവ് വരുത്തുകയില്ല. നീ ഈ ജനത്തിന് ഒരു ദിവ്യാത്ഭുതവും കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ പറയും, നിനക്ക് സ്വയം തന്നെ ഒരു ദൃഷ്ടാന്തം തിരഞ്ഞെടുത്തുകൂടെ? പറയുക, എനിക്കെന്റെ നാഥനിൽ നിന്ന് വഹിയായി കിട്ടുന്ന സന്ദേശം പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ നാഥങ്കിൽ നിന്നുള്ള വ്യക്തമായ വചനങ്ങളാണ്. ഒപ്പം വിശ്വസിക്കുന്ന ജനത്തിന് മാർഗദർശനവും അനുഗ്രഹവുമാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങളത് ശ്രദ്ധയോടെ കേൾക്കുകയും മൗനം പാലിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് കാരുണ്യം കിട്ടിയേക്കാം. നീ നിന്റെ നാഥനെ രാവിലെയും വൈകുന്നേരവും മനസ്സിൽ സ്മരിക്കുക. അത് വിനയത്തോടെയും ഭയത്തോടെയുമാവണം, വാക്കുകൾ ഉറക്കെയാവാതെയും. നീ അതിൽ അശ്രദ്ധ കാണിക്കുന്നവനാകരുത്. നിന്റെ നാഥന്റെ അടുത്തുള്ളവർ അവനെ വണങ്ങുന്ന കാര്യത്തിൽ ഒരിക്കലും അഹങ്കരിക്കാറില്ല. അവർ അവന്റെ വിശുദ്ധിയെ വാഴ്ത്തുന്നു, അവന് സുജൂദ് ചെയ്യുകയും ചെയ്യുന്നു.